തമ്പനയിൽ കണ്ട പോലെ നമ്മൾ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇന്നലെ തുടങ്ങിയതാണ്. നമ്മൾ വീഡിയോസൊന്നും അധികം സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാനുള്ളൊരു മൂഡ് ആയിരുന്നില്ല മൊത്തത്തിൽ. കാരണം 2 ദിവസം ഒരു ടയേർഡ് ആയിരുന്നു. 2 ദിവസമായിട്ട് നമുക്ക് കുറച്ച് സെറ്റപ്പ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഈ റൂഫ് ടെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ കിച്ചൺ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് ഗ്രോസറി ഐറ്റംസും പാത്രങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് തിരക്ക് പെട്ടെന്നുള്ളൊരു പരിപാടി ആയിരുന്നുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. റൂഫ് ടെൻറ്റിന് അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ച സമയത്ത് പണി കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയം രാത്രി നിന്നിട്ടൊക്കെയാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പെട്ടെന്നാണ് ഫ്ലാഗ് ഓഫിന് ഈ മന്ത്രി നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു സുഹൃത്ത് വഴി. പക്ഷേ അത് കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ അതും പറഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞ് പുള്ളിയുടെ ഒരു സമയം നോക്കണമല്ലോ. നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത്. 11:30 ആയി ഇന്നലെ. അങ്ങനെ നമ്മൾ ഇന്നലെ പോന്നു. ഏകദേശം കർണാടക ഗുണ്ടൽപേട്ട് വരെ എത്തിയപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ആക്കാനുള്ള പരിപാടിയായി. അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് ചെയ്തത് ഇന്നലെ. പിന്നെ നമ്മൾ ശ്രീയുടെ കാറിനാണ് പോകുന്നത്. കാറിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കാറിൽ ഈ പറഞ്ഞ പോലെ റൂഫ് ടെൻറ്റ് നമ്മൾ റൂമൊന്നും എടുക്കുന്നില്ല, വണ്ടിയിൽ തന്നെയാണ് സ്റ്റേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂഫ് ടെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു കിച്ചൺ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ശ്രീരാഗിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ശ്രീരാഗിൻ്റെ കൂടെ അതെ അല്ല ശരിക്കും ഇത് ശ്രീരാഗിൻ്റെ ട്രിപ്പാണ് ശരിക്കും. ഞാനതിലേക്ക് ഒരാഴ്ച കൊണ്ട് കയറിയതല്ല. കാരണം ശ്രീരാഗൻ ആ ട്രിപ്പിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊന്നിച്ച് യാത്ര ചെയ്യുന്നതാണ്. എനിക്ക് ഇതേപോലെ ഞാൻ ഒറ്റയ്ക്ക് പോയ എൻ്റെ ഒരു ആദ്യത്തെ യാത്ര 2021 നോർത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോയൊരു യാത്ര ഡൽഹി ഉത്തരാഖണ്ഡൊക്കെ ആയിരുന്നു. ഒരു പാക്കേജ് എടുത്ത് പോയതാണ്. അന്ന് കിട്ടിയതാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് കിട്ടിയതാണ് ശ്രീരാഗിന്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് 2024, 2023, 2024 കണ്ടല്ലോ ഉത്തരാഖണ്ഡ് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഇപ്പോൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും അടിപൊളി യാത്ര എന്ന് പറയുന്നത്. അത് കുറച്ച് അഡ്വഞ്ചർ ആയിരുന്നു. അല്ല അതിന് മുന്നേ കാശ്മീർ കഴിഞ്ഞിട്ട് നമ്മൾ ഉത്തരാഖണ്ഡ് പോയത്. പിന്നെ 2 തവണ ഇവര് പോയിട്ടാ. ഇവരും എന്റെ വൈഫും കൂടി പോയി. നമ്മളെ നേപ്പാള് പോയിരുന്നു അല്ലേ? ഗാംഗ്ടൂർക്ക അല്ലേ? അന്നപൂർണ ബേസ് അതിന്റെ ഏകദേശം അവിടെ വരെ പോയിരുന്നു. പിന്നെ അതേപോലെ കഴിഞ്ഞ 5-6 മാസം മുന്നേ അവിടെ ആസാം അല്ലെ ലാസ്റ്റ് പോയത്? ആസാമില് തവാങ്. ഓക്കെ. അപ്പോ അങ്ങോട്ട് പോയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ വിളിച്ചിരുന്നപ്പോ പോകാൻ പറ്റില്ല. പിന്നെ വിളിച്ചത് ഇപ്പൊ ഇതുപോലെ കാറിന് നമുക്കൊരു ഡ്രൈവ് പോവാന്ന് പറഞ്ഞിട്ടാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടക ഈ 3 സ്റ്റേറ്റിൽ നിന്ന് പിടിക്കാന്നുള്ള പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ ഐസായിട്ട് ഒഴിവായി. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം പ്രശ്നമൊന്നും ഉണ്ടായില്ല, കോണ്ടാക്ട് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ പോയി. പിന്നെ ആണ് പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് നമുക്ക് ലഡാക്ക് പിടിക്കാന്നുള്ളൊരു പ്ലാൻ വന്നത്. അങ്ങനെ നമ്മളങ്ങനെ പെട്ടെന്നുള്ളൊരു പരിപാടി ആയതുകൊണ്ട് അങ്ങനെ ഗംഭീര പ്ലാനിങ് ഒന്നുമില്ല. നമ്മളിങ്ങനെ പോവാണ്. നമ്മളിപ്പോ ചണ്ഡീഗഡ് പിടിക്കാനുള്ള പ്ലാനാണ് ഡയറക്റ്റ്. കാരണം പറയാലോ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് സീസൺ പോലെയാണ് ഈ മണാലിയിൽ ഫ്ലഡ് വരുന്നത്, ജൂലൈ ആഗസ്റ്റിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മഴയ്ക്ക് മുമ്പ് നമ്മൾ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ നിന്ന് വിടാന്നുള്ളൊരു പരിപാടിയാണ്. ശരിക്കും ഞങ്ങൾ കശ്മീർ വഴി കയറി ലേ ലഡാക്കൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് മണാലി വരാന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷെ നമ്മൾ ഈ നേരെ തിരിച്ചാണ് കയറുന്നത്. മണാലി ചെന്ന് ലേ ലഡാക്കൊക്കെ പിടിക്കാൻ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. നമ്മളിങ്ങനെ പോകുന്നത് നമുക്ക് വലിയ മുന്നേ പോയവരൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ പലരും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മറ്റേ അക്ലിമൈസേഷൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നം വരുമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ കശ്മീരിൽ നിന്ന് കയറി പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ലോലി ആയിരിക്കുള്ളൂ ആൾട്ടിറ്റ്യൂഡ് കവർ ചെയ്യുക. പക്ഷെ നമ്മൾ മണാലിയിൽ നിന്ന് കയറുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ പെട്ടെന്ന് ഹൈറ്റിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും മെഡിസിനൊക്കെ കരുതുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ വേറെന്താണ് ശ്രീരാഗൻ? അതെ, നമ്മൾ ഇന്നലെ പോന്നിട്ട് 2 ദിവസമല്ല, ഇന്നലെ കുളിച്ചിട്ടില്ല. ഇനി അത് രാത്രി പോകുന്നതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇന്ന് രാവിലെ നമ്മള് ഇതിലെ പോന്നു, ഗുണ്ടൽപേട്ട് മൈസൂർ വഴി. അവിടെ നിന്ന് ഏത് റൂട്ട് ചെയ്തടാ? മറ്റേ സുന്ദരപാണ്ടിപുരം അങ്ങനെ എന്തോ ഒരു സ്ഥലം. ആ വഴി ഉള്ളൊരു വില്ലേജ് ടൈപ്പ് സിംഗിൾ റോഡാ. നമ്മളപ്പോൾ അതിലേ പോകുന്ന ഹിരിയൂരി എന്ന് കയറും. ഹിരിയൂര്
അവിടുന്ന് ഹോസ്പേട്ട് പിടിക്കാന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഹോസ്പേട്ടൊക്കെ എത്തുമെന്നുള്ള ഒരു ധാരണ ഇല്ല. കാരണം ഇനിയും 100-200 ചില കിലോമീറ്റർ ഹോസ്പേട്ടുണ്ട്. സമയം എത്ര മണിയായിപ്പോ? 4:15. ആ ഡാം എന്ത് ഡാമാ? ഏതൊരു ഡാം നമ്മളെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഡാമല്ല, ഒരു ചെക്ക് ഡാം പോലെയാണ്. അവിടെ കുളിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടായി കഴിക്കാനുണ്ടോ? ഫുഡ് അതിൻ്റെ ഒക്കെ 1-2 വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്യാം മാക്സിമം. പെട്ട് കേസ് ഒരു അവിടെ ഒരു ഇതുണ്ട്. മുള്ളു ഫ്രണ്ട് വാ. തിരിയാ തെന്നി കളിക്കുക. ഫുള്ള് ചെളി പിടിച്ച് വണ്ടി. ഫ്രണ്ട് വാ, സ്ട്രൈറ്റ് ആയിട്ട് വാ. ആ അവിടെ നോക്കിയേ, അവിടെ ഫുള്ള് ചെളി പിടിച്ചു. എന്താ അവിടെ വേണ്ട, നമുക്ക് ഇവിടെ ബാക്ക് വെച്ചിട്ട് നടന്നു പോയി നോക്കിയിട്ട് വരാം. നീ ബാക്ക് വയ്ക്കി അത് ഓടിച്ചുതരാം. ഫുള്ളോടിക്ക് അങ്ങനെ വാ. കാല് കൊടുക്കണ്ട പയ്യനെ ഇറക്കി വാ. വാ. ആ അതെ, ഇനി ഫുള്ള് റൈറ്റ് ലെഫ്റ്റ് അടിച്ച് ലെഫ്റ്റ് ഓടിക്ക് ഫുള്ളോടിക്ക്. ആ ലെഫ്റ്റ്. ആ ഓടിച്ചോ. ലെഫ്റ്റ്. നീ റൈറ്റ് ഓടിക്കില്ലേ? അപ്പോൾ അതിന് ഒരു മിനിറ്റ് ബാക്ക് വെച്ച് വാ. നേരെ ബാക്ക് വാ. അവിടെ ഇട് വണ്ടി. പോയി നോക്കിയിട്ട് വരാം. ഇങ്ങോട്ട് അങ്ങനല്ലടാ, ബാക്ക് വാ. അങ്ങനെ തന്നെ ബാക്ക് വാ. ബാക്ക് വാ. മതി. ഞാൻ വണ്ടി ഇറങ്ങി ഒന്ന് നോക്കിയേ മോനെ. വല്ലാത്ത ജാതി ചെളി പിടിച്ചിട്ട് വണ്ടി പോവായിട്ടല്ല. വണ്ടിയിൽ മഴ ചാറി ചെളി മണ്ണത് ഫുള്ള് ചെളി പിടിച്ചിട്ട് ടയർ നോക്കി. ടയർ അങ്ങനെ കറങ്ങും, ഗ്രിപ്പ് എങ്ങനെ കിട്ടും? ആർന്ന് സ്ലിപ്പായതൊക്കെ. ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ചെളി നമുക്ക് തുടച്ച് ഒന്ന് ഇതെടുത്ത് കളയാം. എല്ലാം വെച്ചിട്ട് ടയർ പിടിക്കേണ്ട ഗ്രിപ്പില്ലല്ലോ ടയറിനിപ്പോ. ആ അതാ സംഭവം. ഇതേ നമ്മളെ ടെന്റ് കേട്ടോ. അപ്പൊ അത് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഇതിലെ പോവാ. ഇങ്ങോട്ട് വണ്ടി എടുക്കാൻ ഞാനായി. കേറാൻ ഭയങ്കര പാടാ. അവിടം വരെ നിർത്താം. നമ്മ ഈ പറഞ്ഞില്ല അവിടെ തിരിക്ക. ഇതിലിറങ്ങാ. അതിലെ വഴിയുണ്ടാ? ഇതല്ല ഡാമല്ല, അത് കോറി പൊളിച്ചങ്ങാണ്ട് വെള്ളം വിളിച്ച. ചെളി ഉണ്ടോ നോക്കാം. ചെളി വെള്ളമാണോ അല്ലോ നോക്കാം. കുളിക്കാൻ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ബക്കറ്റും കപ്പൂല്ലേ? ഇറങ്ങണ്ട നോക്ക പോയി എടുക്ക. അല്ലെങ്കിൽ അവിടെ ഇത് ചെളിവെള്ള, ഇത് ഇറങ്ങാൻ പറ്റില്ല. കാലം കുപ്പ് ഇത് കണ്ട ഈ മറ്റേ പൊടി കല്ലില്ലേ? ഇന്നത്തെ കുളിയപ്പോ ഞാൻ ഹൈവേ കയറിയാലേ ദാബ് കിട്ടുള്ളൂ. ദാബേ കയറിയാലേ കുളിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ചെളിയാ അല്ലേ? വെള്ളം വരുന്ന സ്ഥലമാണ്. പക്ഷെ മഴയത്ത് പക്ഷെ ചെക്ക് ഡാം കണ്ടല്ലടാ ആ ഫോട്ടോയില്. അതെവിടെയാണ്? ഉത്ഭവം ഒന്നുമില്ല. ഇതിങ്ങനെ മഴയത്ത് കെട്ടി നിൽക്കണ വെള്ളം, അല്ലാണ്ട് വേറെ ഒരു പരിപാടിയൊന്നുമില്ല. കാലിതാന്ന് പോകണ്ടോ ഉണ്ടോ? ഇത് കോറി ഉണ്ടായിട്ട് കോറിയിലെ മണ്ണെടുത്ത വെള്ളം ഉണ്ടാ. മറ്റേ സ്ഥലമല്ല ഇത്, നമ്മള് ഗൂഗിളിൽ കണ്ട സ്ഥലമല്ല. അതല്ല ഞാൻ മാറ്റിയൊന്നുമില്ല.
വിളിക്കാൻ വന്ന സ്ഥലമാണ്. ഉള്ളു ചെളി, കാല് വെച്ച് താന്നൊന്നില്ല ഉണ്ടാറ്. കാല് വെച്ചോട്ടെ, ഞാൻ അങ്ങോട്ടുണ്ടാ ചെക്കടാ നമ്മള്. ഇത് വെള്ളം കൊള്ളൂലടാ, കുളിക്കാൻ പറ്റില്ല. അതെ കുളിക്കാൻ പറ്റിയ വെള്ളമല്ല. മീനൊക്കെ ഉണ്ട് കേട്ടോ. കാലങ്ങൂടാ, കാലങ്ങും ഇതല്ല സംഭവം. ഇതല്ല, ഫ്ലോപ്പായി. ഞങ്ങൾ അടുത്ത സ്ഥലം നോക്കട്ടെ. ഓക്കെ, ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടോ? ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ്. നമുക്ക് അക്കനോട് ചോദിച്ചു നോക്കാം. പക്ഷെ നമുക്ക് കിട്ടിയത് പൊട്ടക്കുളമാണ്. ಅಕ್ಕ ಅಲ್ಲಿ ನೌಲೈತಲ್ಲ ಹಂಗ ಹಾಕಲು ಏರಿ ಮೇಲೆ. ಹಾ ಇದು ಹೆಂಗೆ? ಅಲ್ಲಿ ಹೋಗ್ಬೇಕು. ನೀವು ಹೋಗಿಲ್ಲ, ಅಲ್ಲಿ ನೋಡಿದ್ವಲ್ಲ, ಅಲ್ಲಿ ಹೋಗಿದ್ರೆ ಡ್ಯಾಮ್ ಚೆನ್ನಾಗಿ ಕಾಣೋದು. ನೀವು ಇಲ್ಲೇ ಹೋಗಿದ್ರೆ ನೀವು ಹೋಗ್ಲಿಲ್ಲ ಮ್ಯಾಕೆ ಅಂದ್ರೆ ರೋಡ್ ಇರ್ಕ ಹಂಗಲ್ಲ. ಅಲ್ಲಿ ನೌಲದ್ದು ನೋಡಿ ಎರಡು ಅಲ್ಲ, ಸೀದಾ ಹೋಗುತ್ತಾ ಡ್ಯಾಮಿನ ತಕ್ಕ. ಅಲ್ಲಿ ಹೋಗ್ಬೋದು, ಹೊಲಗಳೆಲ್ಲವ. ನೀರು ಎಂದ ಮಾರಿ ಸಖತ್ತ ಬರ್ತಾವಾಗ. ಮಳೆ ಬಂದ ಬರ್ಬೇಕು, ಒಳ್ಳೆ ಚೆನ್ನಾಗಿರ್ತಿ. ಅದು ತುಂಬ ಬರಿತಿರ್ತಲ್ಲ ಅವ ಚಂದ ಚೆನ್ನಾಗಿರ್ತಾಳೆ. ಅಯ್ಯೋ ಅವಾಗ ಇಲ್ಲಿಂದ ತಕನ ಕಾರ್ ನಿಂತ್ಕೊಂಡವ ಅಲ್ಲಿಂದವ. ಈಗ ಹಂಗೆ ಬರಲ್ಲ, ನೀರು ಬಿಡ್ತಾರಲ್ಲ ನಾಳೆ ನೀರ, ಅವ ಬರ್ರಿ. ಯಾರ್ಯಾರ ಸ್ಟೇಟಸ್ಗೆ ಹಾಕಾರಲ್ಲ ಅವ ಬಂದ್ರೆ ಆತು. നല്ല നീരോ? ನಾಳೆ ನೀರು, ಕಾವೇರಿ ನೀರು. വണ്ടിയോട് ഒതുക്കിട്ട് ഒന്നും നോക്കില്ല. ഹിമാലയിൽ കൂടെ നീ കയറിപ്പോയില്ലേ? ആ വഴിക്ക് പോണായിരിക്കും, എന്നാ പോവാ. അല്ലെങ്കിൽ താപിന്ന് വിളിച്ചാൽ മതിയാ. ഓക്കെ. കാലിലും ചെളിയായി, വണ്ടിയിലും ചെളിയായി, കാറിന്റെ ടയറും ചെളി. കേരള ರೇಟ್ ಇತ್ತು ಹಾಕಿವು. ಈಗ 40 ರೂಪಾಯಿ ಕೆಜಿ ಅಂತೆ, 30-40. എന്ത് പറയുന്നുണ്ട്, എന്താണെന്ന് ഭാഷ കന്നഡ ಗೊತ್ತಿಲ್ಲ. കന്നഡ മാത്ര അറിയില്ല. ശരി എന്തെല്ലോ പറയുന്നു. തക്കാളി കേട്ടോ, തക്കാളിയാ. ഇത്രയും ദൂരം വന്നിട്ട് ആ ഒരു ചേച്ചിനെ മാത്രം കണ്ടോളൂ ഇവിടെ. ചേച്ചിയുടെ വീടാണെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ എന്താവുന്നറിയാം. രാത്രിക്കാലത്തെ ഫുഡ് കഴിക്കാൻ നിർത്തിയാണ്. ഫുഡൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് വെച്ചത് തന്നെയാണ്. കറി, ചോറ്, മുട്ട, തക്കാളി, ചമ്മന്തിപ്പൊടി, അച്ചാറുണ്ട്. അച്ചാർ എടുത്തിട്ടില്ല. ഒരു റോഡ് സൈഡിൽ സെറ്റപ്പ്, നമ്മളെ ബൾബ്, സോളാർ ബൾബ് ഉണ്ട്. ഹൈവേ, നല്ല തണുത്ത കാറ്റുണ്ട്, അടിപൊളി. പുള്ളി ഇപ്പോഴും നടന്നിട്ടില്ല കേട്ടാ. ചെന്നിട്ട് ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്, അവിടെ ചെന്നിട്ട് നോക്കട്ടെ അവസ്ഥ എന്താണെന്ന്. ഇങ്ങനെയൊക്കെയാണല്ലോ അല്ലേ, ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാം. യെസ്, അങ്ങനെ നമ്മൾ ഓടി ഒരു 11 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഹംപിയിൽ വന്നു. ഹംപിയിൽ ഒരു ജിയോ പമ്പിൻ്റെ പാർക്കിംഗ് ആണത്. അവിടെ കൊണ്ട് നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി.
എന്തൊരു സമാധാനം എന്നറിയാം. ഇവിടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ അവിടെ കഴുകിയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇനി നല്ലൊരു ഉറക്കമുറങ്ങണം. ഇന്നലെ ഇന്നൊക്കെ ഒരു നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഹംപിയിലെത്തിയിട്ടുണ്ട്. ഇനിയപ്പോൾ ഹംപിയിലെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ.